വെൽക്കം ടു ദ മ്യൂസ്. എല്ലാവർക്കും മ്യൂസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ ഇന്ദുലേഖ എന്ന നോവലിൻ്റെ ബാക്കി ഭാഗമാണ് കേൾക്കാൻ പോകുന്നത്. ഭാഗം 8, പാർട്ട് 8, അധ്യായം 11 മുതൽ. കഴിഞ്ഞ എപ്പിസോഡിൽ ഭാഗം 8 എന്ന് അറിയാതെ പറഞ്ഞു പോയതാണ്. അത് ഭാഗം 7 ആയിരുന്നു. ഇതാണ് ഭാഗം 8. അപ്പോൾ തുടരാം. ഭാഗം 8, 11 അധ്യായം. നമ്പൂരിപ്പാട്ടിലെപ്പറ്റി ജനങ്ങൾ സംസാരിച്ചത്. കാത്തു ഊട്ടുപുരയിൽ വെച്ച്, ഇതെന്ത് ഘോഷമാണ് ഹേ! ഞാൻ നമ്പൂരിപ്പാട്ടിലെ വേഷം പോലെ ഒരു വേഷം കണ്ടിട്ടേയില്ല. എന്ത് കുപ്പായമാണ്! എന്ത് നല്ല തൊപ്പി! തോളിലിട്ട ആ തുപ്പട്ട 1000 ഉറുപ്പിക വില പിടിക്കുമെന്ന് തോന്നുന്നു. ലക്ഷപ്രഭു, മഹാസുന്ദരൻ. ശങ്കരശാസ്ത്രി, എവിടെയാണ് താൻ സൗന്ദര്യം കണ്ടത്? തുപ്പട്ടയിലോ അതോ കുപ്പായത്തിലോ? അയാളുടെ മുഖം ഒരു കുതിരയുടെ മുഖം പോലെയാണ് എനിക്ക് തോന്നിയത്. മാനു, നിങ്ങൾക്ക് അസൂയ പറയുന്നതല്ലേ സ്വഭാവം? നമ്പൂരിപ്പാട്ടിലെ മുഖം കുതിരയുടെ മുഖം പോലെയോ? കഷ്ടം. നിങ്ങൾ എവിടെ നിന്നിട്ടാണ് നോക്കിയത്? ഞാൻ അടുക്കെ ഉണ്ടായിരുന്നു. പല്ലക്ക് തൊട്ട് നിന്നിരുന്നു. തങ്കത്തിൻ്റെ നിറമാണ് നമ്പൂരിപ്പാട്. മഹാസുന്ദരൻ. കഴുത്തിലൊരു പൊന്മാല ഇട്ടിട്ടുണ്ട്. അതുപോലെയൊരു മാല ഞാൻ കണ്ടിട്ടില്ല. സുബ്ബുക്കുട്ടി, ഹേ, അത് മാലയല്ല, നാഴികമണിയുടെ ചങ്ങലയാണ്. നാഴികമണി അരയിലെങ്ങാനും താത്തിയിട്ടുണ്ട്. ശങ്കരശാസ്ത്രി, എന്ത് നിറമായാലും എത്ര മാലയിട്ടാലും അയാളുടെ മുഖം കുതിരമുഖമാണ്. മാനു, ശാസ്ത്രികൾക്ക് ഭ്രാന്തി പിടിച്ചു എന്ന് തോന്നുന്നു. ഇത്ര സുന്ദരനായിട്ട് ഒരാളില്ലെന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത്. അല്ലേ ഷീനു? സുബ്ബുക്കുട്ടി, എന്താ പറയൂ, നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നിയത്? സുബ്ബുക്കുട്ടി, ഞങ്ങൾക്കൊക്കെ തോന്നിയത് നല്ല സുന്ദരൻ എന്ന് തന്നെ. ശങ്കരശാസ്ത്രി, നിങ്ങൾക്കൊക്കെ എന്തു തോന്നിയാലും വേണ്ടതില്ല. അയാളുടെ മുഖം കുതിരമുഖമാണ്, സംശയമില്ല. അപ്പോൾ ഒരു വഴിയാത്രക്കാരൻ പട്ടർ, അടിയന്തരമെന്നോ അറിഞ്ഞില്ല. സുബ്ബുക്കുട്ടി, നാളെയാണെന്ന് കേട്ടു. ശങ്കരശാസ്ത്രി, ആര് പറഞ്ഞു? സുബ്ബുക്കുട്ടി, ആരോ പറഞ്ഞു. ശങ്കരശാസ്ത്രി, ആ വഴിയാത്രക്കാരൻ്റെ യാത്ര മുടക്കണ്ട. വഴിയാത്രക്കാരനോട് പറയുന്നു, ഹേ, താൻ മഠത്തിൽ പോയി അന്വേഷിച്ചറിഞ്ഞോളൂ. ഇയാൾ പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട. അപ്പോൾ ഊട്ടിൽ കടന്നു വന്ന ഒരു പട്ടർ, അടിയന്തിരം ഇന്ന് തന്നെ. 4 ഉറുപ്പിക ബ്രാഹ്മണർക്കും 1/2 ഉറുപ്പിക നമ്പൂരിമാർക്കുമുണ്ടത്രേ. ശങ്കരശാസ്ത്രി, തന്നോടാര് പറഞ്ഞു? ആരോ കുളക്കടവിൽ പറഞ്ഞു. ശങ്കരശാസ്ത്രി വഴിയാത്രക്കാരനോട്, നിങ്ങൾ പോയി അന്വേഷിക്കിൻ. വഴിയാത്രക്കാരൻ, ഇന്നാണെങ്കിൽ സദ്യയ്ക്ക് ഇപ്പോൾ തന്നെ വട്ടം കൂട്ടണ്ടേ? ഒന്നും കാണുന്നില്ലല്ലോ. ശങ്കരശാസ്ത്രി, ഇന്നായിരിക്കില്ല. കൃഷ്ണജ്യോത്സ്യർ, ജാതകവും മറ്റും നോക്കണ്ടേ? സുബ്ബുക്കുട്ടി, പണത്തിന് മീതെ എന്ത് ജാതകം? എല്ലാം പണം, പണം തന്നെ ജാതകം. ഒക്കാതെ വരുമോ? കൃഷ്ണജ്യോത്സ്യർ, നമുക്ക് 4 കാശ് കിട്ടുമായിരുന്നു. സകലം ശരിയാണെന്നും വിശേഷ യോഗമാണെന്നും ഞാൻ പറഞ്ഞേക്കാമായിരുന്നു. നമ്പൂരിപ്പാട്ടിന്ന് രഹസ്യം പോവാൻ വന്നതുപോലെ വന്നതാണ്. ഇദ്ദേഹത്തിന് ഒരു 100 ദിക്കിൽ സംബന്ധമുണ്ട്. ശങ്കരശാസ്ത്രി, രഹസ്യത്തിന് വന്നതാണെങ്കിൽ ആളെ മാറി നോക്കേണ്ടി വരും. സുബ്ബുക്കുട്ടി, ശരി ശരി. ശാസ്ത്രികൾ ഇന്നാളൊരു ദിവസം പൂവരങ്ങൽ മാളികയിൽ പോയി ശാകുന്തളം മുതലായത് വായിച്ചു എന്ന് കേട്ടിരിക്കുന്നു. ആ സമയം ആ കുട്ടിയുടെ ധൈര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ശാസ്ത്രം പഠിച്ച ആൾ ഒക്കെ ഒരുപോലത്തെ വിഡ്ഢികളാണ്. മുത്തു, നമ്പൂരിപ്പാട്ടിലെ ഒരു മോതിരം കൊടുത്താൽ 100 ഇന്ദുലേഖകൾ സമ്മതിക്കും. ശങ്കരശാസ്ത്രികൾ ഇതിനൊന്നും ഉത്തരം പറയാതെ എഴുന്നേറ്റ് അമ്പലത്തിലേക്ക് പോയി. ഈ ശാസ്ത്രികൾ മാധവൻ്റെ വലിയ ഒരു സ്നേഹിതനും നല്ല വിദ്വാനുമായിരുന്നു. ഇന്ദുലേഖയെ നല്ല പരിചയമുള്ള ആളുമായിരുന്നു. അവളുടെ ബുദ്ധി അതിവിശേഷ ബുദ്ധിയാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കേട്ടപ്പോൾ
ഇയാൾക്ക് മനസ്സിന് അശേഷം സുഖം തോന്നിയില്ല. പിന്നെ ശാസ്ത്രികളുടെ അഭിപ്രായത്തിലും ഇന്ദുലേഖയ്ക്ക് മാധവനാണ് അനുരൂപനായ പുരുഷൻ എന്നായിരുന്നു. ഇങ്ങനെ വരുന്നതായാൽ അത് കഷ്ടം. ദ്രവ്യത്തിൻ്റെ വലുപ്പം കൊണ്ട് ഒരു സമയം ഇങ്ങനെ വരാം. എന്തു ചെയ്യാം? ഈ പ്രപഞ്ചത്തിൽ ദ്രവ്യത്തെ ജയിക്കാൻ ഒന്നിനും ശക്തിയില്ലല്ലോ. ഇങ്ങനെയെല്ലാം വിചാരിച്ചും വ്യസനിച്ചും ശാസ്ത്രികൾ അമ്പലത്തിൽ ചെന്ന് വാതിൽ മാടത്തിൽ അംഗവസ്ത്രവും വിരിച്ച് ഉറങ്ങാൻ ഭാവിച്ചും കൊണ്ട് കിടന്നു. ശങ്കരശാസ്ത്രികൾക്ക് അവിടെയും ഗ്രഹപ്പിഴ തന്നെ. താൻ കിടന്ന് 2-3 നിമിഷം കഴിയുമ്പോഴേക്ക് വാതിൽ മാടത്തിൽ ആൾക്കൂട്ടമായി. കഴകക്കാരൻ വാര്യരും മാരാരുമാണ് ആദ്യം അകായിൽ നിന്ന് വന്നത്. വാര്യർ ശാസ്ത്രികളോട്, എന്താണ് ശാസ്ത്രികൾ സ്വാമി, ഇന്ന് പൂവരങ്ങിൽ നാടകം വായനയും മറ്റും ഇല്ലെന്ന് തോന്നുന്നു. തിരക്ക് തന്നെ. കൊളവക്കിൽ ജനക്കൂട്ടം. നമ്പൂരിപ്പാട് അമൃതേത്ത് കഴിക്കുന്നു. സംബന്ധം ഇന്ന് തന്നെ ഉണ്ടാവുമോ എന്ന് ശാസ്ത്രികൾ വല്ലതും അറിഞ്ഞുവോ? ശാസ്ത്രികൾ, ഞാനൊന്നും അറിഞ്ഞില്ലപ്പാ, ഞാൻ കുറെ ഉറങ്ങട്ടെ. അപ്പോഴേക്ക് ശാന്തിക്കാരൻ എമ്പ്രാന്തിരിയും ഒരു 2-3 നമ്പൂരിമാരും 1-2 പട്ടന്മാരും കൂടി ഒരു കൂട്ടാം കച്ചവടക്കാർ കടക്കും പോലെ വടക്കേ വാതിൽ മാടത്തിൻ്റെ വടക്കേ വാതിലിൽ കൂടി നിലവിളിയും കൂക്കിയുമായി കടന്നു വരുന്നത് കണ്ടു. സംസാരമെല്ലാം നമ്പൂരിപ്പാട്ടിനെ പറ്റി തന്നെ. എമ്പ്രാന്തിരി, നമ്പൂരിപ്പാട് ബഹുസുന്ദരൻ, ഞാൻ കണ്ടു. എത്ര വയസ്സായോ എന്തോ. ഒരു നമ്പൂരി, വയസ്സ് 50 കാണണം. മറ്റൊരു നമ്പൂരി, ഛീ അത്രയൊന്നുമില്ല, 40-45 കാണും. ഒരു പട്ടർ, എത്ര വയസ്സായാലും ഇന്ദുലേഖയ്ക്ക് ബോധിക്കും. എന്തു കുപ്പായങ്ങൾ, എന്ത് ഡീക്ക, വിചാരിച്ചുകൂടാ. ഞാൻ അനന്തശയനത്തെ രാജാവിന് കൂടി ഈ മാതിരി കുപ്പായം കണ്ടിട്ടില്ല. മറ്റൊരു നമ്പൂരി, ആ കുപ്പായവും പുറപ്പാടും തന്നെയുള്ളൂ, ഇല്ലത്ത് ദ്രവ്യവും അനവധിയുണ്ട്. നമ്പൂരി ആൾ കമ്പക്കാരനാണ്, ഒരു സ്ഥിരതയും തൻ്റെ ഇടവുമില്ല. ആ ഇന്ദുലേഖയെ ഈ കമ്പക്കാരനെ കൊണ്ടേ കൊടുക്കുന്നുവല്ലോ. സംബന്ധം ഇന്ന് തന്നെയോ? എമ്പ്രാന്തിരി, അത് ശാസ്ത്രികളോട് ചോദിച്ചാൽ അറിയാം. ശാസ്ത്രികൾ ഇന്ദുലേഖയുടെ ഇഷ്ടനാണ്. ശാസ്ത്രികളെ, പകൽ ഉറങ്ങുകയാണോ? ഉറങ്ങരുത്, എണീക്കൂ. ശാസ്ത്രികൾ കണ്ണടച്ച് ഉറങ്ങും പോലെ കിടന്നിരുന്നു. എമ്പ്രാന്തിരിയുടെ വിളി കൊണ്ട് നിവൃത്തിയില്ലാതെയായപ്പോൾ എണീറ്റ് കുത്തിയിരുന്നു. എമ്പ്രാന്തിരി, ഇന്ദുലേഖയ്ക്ക് സംബന്ധം ഇന്ന് തന്നെയോ? ശങ്കരൻ ശാസ്ത്രികൾ, ഞാനൊരു സംബന്ധവും അറിയില്ല എന്ന് പറഞ്ഞ് ശാസ്ത്രികൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമ്പൂരിപ്പാടിൻ്റെ വരവ് കഴിഞ്ഞ ഉടനെ പൂവള്ളി വീട്ടിൽ വെച്ച് അവിടെയുള്ളവർ തമ്മിൽ തന്നെ അന്യോന്യം വളരെ പ്രസ്താവങ്ങളുണ്ടായി. കുമ്മിണിയമ്മ, ചാത്തരെ, ഇങ്ങനെ കേമനായിട്ടൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിനെ കണ്ടിട്ട് എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. ചാത്തരമേനവൻ, അദ്ദേഹത്തിൻ്റെ കുപ്പായം കണ്ടിട്ട് എന്ന് പറയിൻ. കുമ്മിണിയമ്മ, അതെന്തോ എൻ്റെ വയസ്സിൻ കീഴിൽ ഈ മാതിരി പുറപ്പാട് കണ്ടിട്ടില്ല. ദിവാഞ്ചി വല്യമ്മാമനെ കണ്ട ഓർമ്മ കൂടിയുണ്ട് എനിക്ക്. അദ്ദേഹത്തിനും കൂടി ഈ മാതിരി പുറപ്പാട് ഞാൻ കണ്ടിട്ടില്ല. ഇന്ദുലേഖയുടെ ഭാഗ്യം നോക്കൂ, അവൾ അതിന് മാത്രം കേമി തന്നെ. എന്നാലും മാധവനെ വിചാരിക്കുമ്പോൾ എനിക്കൊരു വ്യസനം. ചാത്രമേനവൻ, എന്താണ് വ്യസനം? കുമ്മിണിയമ്മ, വ്യസനിക്കാനൊന്നുമില്ല. ഇത്ര വലിയ ആൾ വന്നാൽ മാധവനൊന്നും പറയാൻ പാടില്ല, ശരി തന്നെ. എന്നാലും എനിക്ക് അവനെ വിചാരിച്ചു ഒരു വ്യസനം. ചാത്രമേനവൻ, അമ്മയ്ക്ക് ഭ്രാന്താണ്. ഈ നമ്പൂരിപ്പാട്ടിലേക്ക് ഈ ജന്മം ഇന്ദുലേഖയെ കിട്ടുകയില്ല. ഇന്ദുലേഖ മാധവന് തന്നെ. ഇതൊക്കെ വലിയമ്മാവൻ്റെ ഒരു കമ്പക്കളി. കുമ്മിണിയമ്മ, നിനക്കാണ് ഭ്രാന്ത്. അടുക്കളയിലും കുളപ്പുരയിലും കുളവക്കലുമുള്ള പ്രസ്താവങ്ങൾ പലവിധം തന്നെ. കുളവക്കൽ നിന്ന് സമീപവാസിയായ ഒരു ചെറുപ്പക്കാരനോട് മറ്റൊരു ചെറുപ്പക്കാരൻ, ഹേ, എന്താണെടോ ഈ നമ്പൂരിപ്പാട്ടിലെ പേര്? മറ്റവൻ, കണ്ണിൽ മൂക്കില്ലാത്ത വസൂരി നമ്പൂരിപ്പാട് എന്നാണത്രേ. പേര് നന്നായില്ല,
നിശ്ചയം. പേരല്ല കാര്യം, പണമല്ലേ. മനയ്ക്കൽ ആനച്ചങ്ങല പൊന്നുകൊണ്ടാണത്രേ. പിന്നെ മൂക്കില്ലാഞ്ഞാൽ എന്താണ്, വസൂരിയായാൽ എന്താണ്? എന്ത് പണമുണ്ടായാലും ഇന്ദുലേഖ മാധവനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഞാനിനി അവളെ ബഹുമാനിക്കയില്ല. മാധവൻ മാത്രമാണ് അവൾക്ക് ശരിയായ ഭർത്താവ്. മാധവന് പൊന്നുകൊണ്ട് ആനച്ചങ്ങലയുണ്ടോ? താൻ എന്ത് ഭോഷത്വം പറയുന്നിടോ? പെണ്ണുങ്ങൾക്ക് പണത്തിന് മീതെ ഒന്നുമില്ല. ഇവളെ കൊച്ചുകൃഷ്ണമേനവൻ കൊണ്ടുപോയി ഇംഗ്ലീഷ് പഠിപ്പിച്ചതും മറ്റും വെറുതെ. ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് ഇപ്പോൾ എന്താ വിശേഷം കണ്ടത്? ഇംഗ്ലീഷ് പഠിക്കുന്നതും പണത്തിന് തന്നെ. മാധവൻ ഈ വർത്തമാനം കേൾക്കുമ്പോൾ എന്തു പറയുമോ? മാധവൻ ശിശുപാലൻ്റെ മാതിരി ക്രോധിക്കും. എന്നിട്ടെന്ത് ഫലം? ഇന്ദുലേഖ മൂക്കില്ലാത്ത വസൂരി നമ്പൂരിപ്പാടോടുകൂടി സുഖമായിരിക്കും. ഈ നമ്പൂരിപ്പാടിൻ്റെ ഇല്ലപ്പേരൊട്ടു പറ്റി. കുറേ മുമ്പ് കുളിച്ചു പോകുമ്പോൾ ഞാൻ അടുത്ത് കണ്ടു. മൂക്ക് കാണാനേയില്ല. മുഖം ഒരു കലം കമിഴ്ത്തിയ മാതിരി. ഛേ, ഇന്ദുലേഖയ്ക്ക് ഇങ്ങനെ യോഗം വന്നുവല്ലോ. ഇയാളുടെ പണവും പുല്ലും എനിക്ക് സമമാണ്. ആ ഗോവിന്ദൻകുട്ടി മേനവനെപ്പോലെ ഞാൻ ഇന്ദുലേഖയുടെ അമ്മാമനായിരുന്നുവെങ്കിൽ ഞാൻ അവളെ ഒരിക്കലും ഈ വസൂരിക്ക് കൊടുക്കയില്ല. ഇന്ദുലേഖയ്ക്ക് മനസ്സാണെങ്കിലോ? എന്നാൽ നിവൃത്തിയില്ല. ഇന്ദുലേഖയ്ക്ക് മനസ്സുണ്ടാവുമോ? പഞ്ചുമേനവൻ്റെ നിർബന്ധത്തിന്മേലാണ് ഇത് നടക്കുന്നത് എന്നും കേട്ടു. ആ പഞ്ചുമേനവൻ ഇനിയും ചാവരുതേ. എന്തിനാ പൂവള്ളി വീട്ടിലുള്ള സകല മനുഷ്യരെയും ചീത്ത പറഞ്ഞ് ഉപദ്രവിച്ചും കൊണ്ട് കിടക്കുന്നു? കഷ്ടം. ഇന്ദുലേഖയ്ക്ക് ഇങ്ങനെയൊരു വിരൂപൻ വന്നു ചേർന്നുവല്ലോ. നിശ്ചയിക്കാറായിട്ടില്ലടോ. ഇന്ദുലേഖ സമ്മതിക്കുമോ? എന്താണ് നിശ്ചയം? ഒരു സമയം സമ്മതിച്ചില്ലെങ്കിലോ? പഞ്ചുമേനവൻ തല്ലി പുറത്താക്കും. മാധവൻ കൂടി ഇവിടെയില്ല. പിന്നെ ഇന്ദുലേഖയ്ക്ക് ഈ ജന്മം നമ്പൂരിപ്പാട്ടിലെ സമ്മതമല്ലാതെ വരികയില്ല. ഇത്ര ദ്രവ്യസ്ഥനായിട്ട് ഈ രാജ്യത്ത് ആരുമില്ലത്രേ. വലിയ ആഢ്യനുമാണ്. പിന്നെ എന്തു വേണം? മാധവൻ ഇപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ. മാധവനും ഇന്ദുലേഖയുമായി വളരെ സേവയായിട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും ഇനി കാണുകയില്ല. മാധവന് ശുക്രദശ ഉണ്ടായിരുന്നുവെങ്കിൽ അത് കഴിഞ്ഞു. നിശ്ചയം, സംശയമില്ല. എന്ത് കഴിവെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഈ സംസാരിച്ചതിൽ ഒരാൾ കുളിപ്പാനും മറ്റവൻ അവൻ്റെ വീട്ടിലേക്കും പോയി. പൂവരങ്ങിൽ വെച്ച് തന്നെ നമ്പൂരിപ്പാട്ടിലെക്കുറിച്ചും പലരും പലവിധവും സംസാരിച്ചു. മദിരാശിയിൽ നിന്ന് കത്ത് കിട്ടിയ ശേഷം ഇന്ദുലേഖയ്ക്ക് വളരെ സന്തോഷവും ഉത്സാഹവും ഉണ്ടായി എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സന്തോഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും കാരണമറിയാത്ത ചില ഭൃത്യന്മാർ, ദാസികൾ മറ്റും ഇന്ദുലേഖയുടെ ഉത്സാഹവും സന്തോഷവും നമ്പൂരിപ്പാട് വന്നതിനാലുണ്ടായതാണെന്ന് നിശ്ചയിച്ചു. കുഞ്ഞിക്കുട്ടിയമ്മയുടെ ദാസി മുകളിൽ എന്തോ ആവശ്യത്തിന് പോയിരുന്നു. അപ്പോൾ ഇന്ദുലേഖയെ കണ്ടു. ഇന്ദുലേഖ ചിരിച്ചും കൊണ്ട്, എന്താ പാറു, നിന്റെ സംബന്ധക്കാരൻ വരാറില്ലേ ഈയിടെ? പാറു, അയാൾ 6-7 മാസമായി കളത്തിൽ തന്നെയാണ് താമസം. അവിടെ വേറെയൊരു സംബന്ധം വെച്ചിട്ടുണ്ടോ? കണ്ഠരൻ നായർ പറഞ്ഞു. ഇന്ദുലേഖ, ആട്ടെ, നിനക്ക് വേറെ ഒരാളെ സംബന്ധമാക്കട്ടെ? എനിക്കാരും വേണ്ട. എൻ്റെ കഴുത്തെ താലി മുറിഞ്ഞു കിടക്കുന്നു അമ്മേ. 4 മാസമായിട്ട് ഞാൻ കഴുത്തിലൊന്നും കെട്ടാറില്ല. വലിയമ്മയോട് ഞാൻ വളരെ പറഞ്ഞു. എന്ത് ചെയ്തിട്ടും നന്നാക്കിച്ചു തരുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ദാസിയുടെ ഈ സങ്കടം കേട്ടപ്പോൾ ഇന്ദുലേഖ തൻ്റെ ഒരു പെട്ടി തുറന്ന് അതിൽ നിന്ന് ഒരു 8-10 ഉറുപ്പിക വിലയ്ക്ക് പോരുന്ന ഒരു താലിയെടുത്ത് ഒരു ചരടിന്മേൽ കോർത്ത് പാറുവിൻ്റെ വക്കൽ കൊടുത്തു. ഇന്ദുലേഖ, ഇതാ ഈ താലി കെട്ടിക്കോളൂ. താലിയില്ലാഞ്ഞിട്ട് സങ്കടപ്പെടണ്ട. പാറു സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. താലിയും വാങ്ങി ഉടനെ താഴത്തിറങ്ങി വന്ന ശേഷം എല്ലാവരോടും തനിക്ക് കിട്ടിയ സമ്മാനത്തിൻ്റെ വർത്തമാനം അതിഘോഷമായി പറഞ്ഞു തുടങ്ങി. കുഞ്ഞിക്കുട്ടിയമ്മ പാറുവെ വിളിച്ചപ്പോൾ പാറു പുതിയ ഒരു താലി കെട്ടിയത് കണ്ടു. കുഞ്ഞിക്കുട്ടിയമ്മ, നിനക്ക് ഈ താലി എവിടുന്ന് കിട്ടി? ഞാൻ മുകളിൽ പോയപ്പോൾ ചെറിയമ്മ തന്നതാണ്. ഇന്ദുലേഖയോ? അതെ. എന്താ ഇന്ദുലേഖയ്ക്ക് വളരെ സന്തോഷമുണ്ടോ ഇന്ന്?
എങ്ങനെ ഇരിക്കുന്നു ഭാവം? ബഹുസന്തോഷം. സന്തോഷമില്ലാതെ ഇരിക്കുമോ വല്യമ്മേ ഇങ്ങനത്തെ തമ്പുരാൻ സംബന്ധത്തിന് വരുമ്പോൾ? ഇങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ദുലേഖയെ ഒന്ന് കണ്ടുകളയാം എന്ന് നിശ്ചയിച്ച് ശങ്കരശാസ്ത്രികൾ ഇന്ദുലേഖയുടെ മാളികയിന്മേൽ പോവാൻ ഭാവിച്ച് പൂവരങ്ങിൽ 4 കെട്ടിൽ കയറി വരുന്നത് കുഞ്ഞുകുട്ടിയമ്മ കണ്ടു. ശാസ്ത്രികളെ വിളിച്ചു. കുഞ്ഞുകുട്ടിയമ്മ: ശാസ്ത്രികൾ എന്താണ് ഇപ്പോൾ വന്നത്? വിശേഷിച്ചൊന്നുമില്ല, ഇന്ദുലേഖയെ ഒന്ന് കാണണമെന്ന് വെച്ച് വന്നതാണ്. ഈ ശാസ്ത്രികൾ മാധവൻ്റെ വലിയ ഇഷ്ടനാണെന്ന് കുഞ്ഞുകുട്ടിയമ്മ അറിയും. ഇപ്പോൾ അങ്ങോട്ട് പോണ്ട. നമ്പൂരിപ്പാടും മറ്റും അമ്രേത്ത് കഴിഞ്ഞ് എഴുന്നള്ളാറായി. അമ്പലത്തിലേക്ക് തന്നെ പോകുന്നതാണ് നല്ലത്. ശാസ്ത്രികൾ: അങ്ങനെയാട്ടെ, നമ്പൂരിപ്പാട് സംബന്ധം നിശ്ചയിച്ചുമായിരിക്കും. അതിനെന്ത് സംശയം? എന്താ, ശാസ്ത്രികൾക്ക് രസമായില്ലേ? ഇതിൽ പരം കേമനായിട്ട് ഇന്ദുലേഖയ്ക്ക് ഇനി ആരാണൊരു ഭർത്താവ് വരാനുള്ളത്? ശരി തന്നെ, ശരി തന്നെ. ഇന്ദുലേഖയ്ക്കും വളരെ സന്തോഷമായിരിക്കുന്നു. നമ്പൂരിപ്പാട്ടിലെ കാണാൻ വഴുകി നിൽക്കുന്നു. പെണ്ണിനെന്തോ ബഹു ഉത്സാഹം. ഈ പാറു താലി കെട്ടാതെ ഇന്ന് മുകളിൽ കയറി ചെന്നിട്ട് ഇതാ ഒരു ഒന്നാന്തരം താലി പാറുവിന് ഇപ്പോൾ കൊടുത്തുവത്രേ. ബഹു ഉത്സാഹം. ഞാനെന്തോ ആദ്യം കുറെ പേടിച്ചു. ഈശ്വരാധീനം കൊണ്ട് എല്ലാം ശരിയായി വന്നു. കാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയായി വന്നു. എന്തിനാണ് ആദ്യം പേടിച്ചത്? പേടിക്കാൻ കാരണമെന്ത്? അതോ, നിങ്ങളറിയില്ലേ, മാധവനും ഇന്ദുലേഖയുമായി വലിയ സ്നേഹമല്ലേ? അത് വിട്ടുകിട്ടുവാൻ പ്രയാസമായാലോ എന്ന് ഞാൻ പേടിച്ചു. ഗോവിന്ദൻകുട്ടിയുടെ അച്ഛനും പേടിച്ചിരുന്നു. ഇനി ആ പേടി ഞങ്ങൾക്കില്ല. മാധവനും നമ്പൂരിപ്പാടുമായാലത്തെ ഭേദം എത്രയുണ്ട്? ശാസ്ത്രികളെ, നിങ്ങൾ തന്നെ പറയും. വളരെ ഭേദമുണ്ട്, വളരെ ഭേദമുണ്ട്, സംശയമില്ല. ഞാൻ പോണു എന്നും പറഞ്ഞ് ശാസ്ത്രികൾ വളരെ സുഖക്കേടോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി. വഴിയിൽ വെച്ച് പൂവരങ്ങിലേക്കുള്ള നമ്പൂരിപ്പാട്ടിലെ ഘോഷയാത്ര കണ്ടു. സ്വർണ്ണപ്പകിട്ട് ഇളവെയിലിൽ കണ്ട് ശാസ്ത്രികളുടെ കണ്ണ് ഒന്ന് മഞ്ഞളിച്ചുപോയി. ശാസ്ത്രികൾ അരയാൽ തറമേൽ കയറിയിരുന്ന് വിചാരം തുടങ്ങി. കഷ്ടം, ഇനി ഈ കാര്യത്തിൽ അധികം സംശയമില്ലാത്ത പോലെ തന്നെ തോന്നുന്നു. മാധവൻ എത്ര വ്യസനപ്പെടും. ഈ മഹാഭാവി ഇന്ദുലേഖ ഇത്ര കഠിനയായി പോയല്ലോ. എന്ത് കഠിനം! പണം ആർക്കധികം, അവരെ ഭർത്താവ് എന്ന് വെക്കുന്ന ഈ പെണ്ണുങ്ങൾക്ക് എന്താണ് ചെയ്തു കൂടാത്തത്? ആ മാധവൻ്റെ ബുദ്ധിക്ക് സദൃശമാണ് ഈ അസത്തിൻ്റെ ബുദ്ധി എന്ന് ഞാൻ വിചാരിച്ചു പോയല്ലോ. കഷ്ടം, എന്ത് ചെയ്യാം, ആ കുട്ടിയുടെ പ്രാരബ്ധം. ഇങ്ങനെ ഓരോന്ന് വിചാരിച്ചും കൊണ്ടിരിക്കുമ്പോൾ നമ്പൂരിപ്പാട്ടിലെ പൂവരങ്ങിൽ കൊണ്ടാക്കി വെറ്റിലപ്പെട്ടിക്കാരൻ ഗോവിന്ദനും നമ്പൂരിപ്പാട്ടിലെ ഒരു കുട്ടിപ്പട്ടരും കൂടി അരയാൽ തറയ്ക്കൽ വന്ന് നിന്നു. ശാസ്ത്രികൾ: നിങ്ങൾ നമ്പൂരിപ്പാട്ടിലെ കൂടെ വന്നവരോ? ഗോവിന്ദൻ: അതെ. ശാസ്ത്രികൾ: നമ്പൂരിപ്പാട്ടിലേക്ക് ഇവിടെ എത്ര ദിവസം താമസമുണ്ട്? ഇന്നും നാളെയും നിശ്ചയമായി ഉണ്ടാവും. മറ്റന്നാൾ എഴുന്നള്ളുമെന്ന് തോന്നുന്നു. കൂടെ തന്നെ കൊണ്ടുപോകുന്നു. എന്തോന്നു കൊണ്ടുപോകുന്നു? ഭാര്യയെ. സംബന്ധം ഇന്ന് തന്നെയോ? ഒരു സമയം ഇന്ന് തന്നെ, അല്ലെങ്കിൽ നാളെ ആവാനും മതി. നമ്പൂരിപ്പാട്ടെന്ന് വേളി കഴിച്ചിട്ടില്ല അല്ലേ? അനുജന്മാർ 2 തമ്പുരാക്കന്മാർ വേളി കഴിച്ചിട്ടുണ്ട്. ശാസ്ത്രികൾ: നമ്പൂരിപ്പാട് ആൾ നല്ല കാര്യസ്ഥനോ? ഗോവിന്ദൻ: ഒന്നാന്തരം കാര്യസ്ഥനാണ്. ഇതുപോലെ ആ മനയ്ക്കൽ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല. അതികേമനാണ്. തമ്പുരാൻ ഇവിടെ എഴുന്നള്ളി ഈ സംബന്ധം കഴിക്കുന്നത് ഈ തറവാട്ടിൻ്റെയും പഞ്ചുമേനവൻ്റെയും മഹാഭാഗ്യം. ഇങ്ങനെ നായന്മാരുടെ വീടുകളിലൊന്നും തമ്പുരാൻ എഴുന്നള്ളാറേയില്ല എന്ന് പറഞ്ഞ് ഗോവിന്ദൻ അവിടെ നിന്ന് അമ്പലത്തിലേക്കോ മറ്റോ പോയി. കുട്ടിപ്പട്ടർ പിന്നെയും അവിടെ ഇരുന്നു. ശാസ്ത്രികൾ കുട്ടിപ്പട്ടരോട്: തൻ്റെ ഗ്രാമം ഏതാണ്? കുട്ടിപ്പട്ടർ: ഗോവിന്ദരാജപുരം. ശാസ്ത്രികൾ: എത്ര കാലമായി നമ്പൂരിപ്പാട്ടിലെ കൂടെ? 6 സംവത്സരമായി.
ഇതുവരെ ഒരു കാശ് മാസപ്പടി തന്നിട്ടില്ല. ഒരു പ്രാവശ്യം ബുദ്ധിമുട്ടിച്ചിട്ട് 50 ഉറുപ്പിക തന്നു. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തന്നെ വാങ്ങി. പിന്നെ ഇതുവരെ ഒന്നും തന്നിട്ടില്ല. വല്ലതും കിട്ടിയാൽ കടന്നു പോയിക്കളയാമായിരുന്നു. പണത്തിന് ചോദിച്ചാൽ പലിശ കൂട്ടിത്തരാമെന്ന് പറയും. ഇയാൾ മഹാകമ്പക്കാരനാണ്. ഒരു 20 സംബന്ധത്തോളം ഇപ്പോൾ ഉണ്ട്. ഈ 2 മാസത്തേക്ക് ഓരോ സ്ത്രീ. മനവക ഒരു കാര്യവും ഇയാൾ നോക്കാറില്ല. ആ ചെക്കൻ ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞു ഇയാൾ നായന്മാരുടെ വീട്ടിൽ പോവാറേയില്ലെന്ന്. എന്ത് കളവാണ്! പെണ്ണുള്ള സകല വീടുകളിലും കടന്നുപോവും. കയ്യിൽ ഒരു സമയവും ഒരു കാശ് പോലും ഉണ്ടാവുകയില്ല. 2-3 മാപ്പിളമാർ കടം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. 105 പലിശ വയ്ക്കും. ഈ വിഡ്ഢാൻ പണം കിട്ടേണ്ടുന്ന ബദ്ധപ്പാടിൽ എന്തെങ്കിലും എഴുതി കൊടുക്കും. ഒടുവിൽ വസ്തു ചാർത്തേണ്ടി വരും. ഇങ്ങനെ ഇയാൾ ദ്രവ്യം മുടിക്കുന്നത് അസാരമോ? ഇപ്പോൾ വരുമ്പോൾ 300 ഉറുപ്പിക 105 പലിശയ്ക്ക് കടം വാങ്ങിയിട്ടാണ് പോന്നത്. മഹാവല്ലാത്ത കമ്പമാണ്. ശാസ്ത്രികൾ: ആട്ടെ, സ്വാമിദ്രോഹമായി പറയണ്ട. ആൾ അദ്ദേഹം ഏത് മാതിരിയെങ്കിലും ആവട്ടെ. ഞാനിതൊന്നും തന്നോട് ചോദിച്ചില്ലല്ലോ. ഞാൻ കുളിപ്പാൻ പോണു എന്ന് പറഞ്ഞ് ശാസ്ത്രികൾ കുളത്തിലേക്കും കുട്ടിപ്പട്ടര് മഠത്തിലേക്കും പോയി. 12-ാം അധ്യായം. നമ്പൂരിപ്പാടും ഇന്ദുലേഖയുമായി ഒന്നാമതായുണ്ടായ സംഭാഷണം. നമ്പൂരിപ്പാട് കുളിയും ഊണും കഴിഞ്ഞയുടനെ കേശവൻ നമ്പൂരി പഞ്ചുമേനവൻ തന്നോട് അറിയിക്കാൻ പറഞ്ഞ വിവരം അറിയിച്ചു. പറയുമ്പോൾ ചെറുശ്ശേരി നമ്പൂരിയും കൂടെയുണ്ടായിരുന്നു. തനിക്ക് വന്ന ചിറി അടക്കിക്കൊണ്ട് കേശവൻ നമ്പൂരിയുടെ വാക്ക് അവസാനിച്ച ഉടനെ പറയുന്നു: ചെറുശ്ശേരി നമ്പൂരി: അങ്ങനെ തന്നെയാണ് വേണ്ടത്. കവിതാ വനിതാ ചൈവ സ്വയമേവാഗതാവര എന്നാണ് പ്രമാണം. പിന്നെ ഇന്ദുലേഖ വരുമോ എന്നുള്ളതിന് എനിക്ക് അണുമാത്രവും സംശയമില്ല. കേശവൻ നമ്പൂതിരി: അതിൽ 2 പക്ഷമില്ല. ഇനി അങ്ങോട്ടൊന്ന് ഇറങ്ങുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. നേരം 4 മണിയായിട്ടേ ഉള്ളൂ. നമ്പൂരിപ്പാട്: ഓ, പോവുക ചെറുശ്ശേരി. ഞാൻ കുപ്പായം ഇട്ട് കളയാം. നേരത്തെ കുപ്പായം എനിക്ക് വളരെ ചേർച്ച തോന്നി. വെയിലത്ത് പല്ലക്കിൽ നിന്നിറങ്ങിയപ്പോൾ ബഹുപ്രഭ എനിക്ക് തന്നെ തോന്നി. ചെറുശ്ശേരി: അതിനെന്താ സംശയം? വാരയ്ക്ക് 95 ഉറുപ്പിക വിലയുള്ള പൊന്നീരാളമല്ലേ. ആ കുപ്പായം അത് തന്നെ ഇടണം. കുപ്പായവും തൊപ്പിയും തുപ്പട്ടയും മോതിരങ്ങളും സ്വർണ്ണക്കുമിഴ് മെതിയടിയും മറ്റും ഇട്ടും കൊണ്ട് നമ്പൂരിപ്പാട് ചെറുശ്ശേരിയോടും കേശവൻ നമ്പൂരിയോടും ഭൃത്യവർഗങ്ങളോടും വഴിയിൽ അവിടെ നിന്ന് ചേർന്ന ആളുകളോടും കൂടി പൂവരങ്ങത്തെ പൂമുഖത്തിൻ്റെ മുമ്പിലായി. ഉടനെ പഞ്ചുമേനോൻ ഇറങ്ങി വന്നു. നമ്പൂരിപ്പാട്ടിലെ കൂട്ടിക്കൊണ്ട് നാലകത്തേക്ക് പോയി. ഒരു വലിയ കസാലയിന്മേലിരുത്തി പഞ്ചപുച്ഛമടക്കി നിന്നു. നമ്പൂരിപ്പാട്: ഇന്ദുലേഖയുടെ മാളിക ഇതോട് തൊട്ടു തന്നെയോ? പഞ്ചുമേനവൻ: റാൻ, അതെ. ഈ തെക്കേ അകത്തെ പടിഞ്ഞാറേ വാതിലിൽ കൂടി ഇറങ്ങിയാൽ ആ മാളികയാണ്. എന്നാൽ ആ മാളികയിലേക്ക് എഴുന്നള്ളാമെന്നും കേശവൻ നമ്പൂരി എവിടെയെന്നും പഞ്ചുമേനോൻ പറയുമ്പോഴേക്കും കേശവൻ നമ്പൂരി പുറത്തുനിന്ന് ഓടിവന്ന് ഞാൻ ഇന്ദുലേഖയെ ഒന്ന് അറിയിച്ചു വന്നു കളയാമെന്ന് പറഞ്ഞ് ഓടി മാളികയിലേക്ക് ചെന്നു. അപ്പോൾ ഇന്ദുലേഖ ഒരു എഴുത്തെഴുതിക്കൊണ്ടിരുന്നു. നമ്പൂരിയെ കണ്ടപ്പോൾ കലശലായ ഉപദ്രവഭാവത്തോടെ എഴുത്തവിടെ നിർത്തി എഴുന്നേറ്റ് നിന്നു. എന്താണ് എഴുന്നള്ളിയത് എന്ന് ചോദിച്ചു. കേശവൻ നമ്പൂരി: ഊണ് കഴിഞ്ഞു വന്നു. ഇന്ദുലേഖയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. വലിയച്ഛനും അദ്ദേഹവും ചുവട്ടിലുണ്ട്. വരാൻ പറയട്ടെ? വന്നോട്ടെ. അദ്ദേഹം വലിയ നമ്പൂരിപ്പാടാണ്. ഇന്ദുലേഖയ്ക്ക് സംസാരിക്കേണ്ട മാതിരിയൊക്കെ അറിയാമല്ലോ. എനിക്ക് സംസാരിക്കേണ്ട മാതിരി അശേഷവും അറിഞ്ഞുകൂടാ, ഒരക്ഷരവും അറിഞ്ഞുകൂടാ. പക്ഷെ വരണ്ട, അതാണ് നല്ലത്. ഛേ, വരണ്ടേ? ഇന്ദുലേഖയ്ക്ക് മനസ്സുപോലെ പറഞ്ഞോളൂ. അത് തന്നെയാണ് ഭാവിച്ചിരിക്കുന്നത്. കേശവൻ നമ്പൂരി നമ്പൂരിപ്പാട്ടിലെ വിളിക്കാൻ താഴത്തേക്കിറങ്ങി. നമ്പൂരിപ്പാടെ കണ്ട് സംസാരിച്ച്
ആ വിവരത്തെക്കുറിച്ചുകൂടി നേരം പോക്കായി പലതും മാധവന് എഴുതാമെന്ന് ഇന്ദുലേഖ നിശ്ചയിച്ച് പകുതി എഴുതിയ കത്തും മറ്റും എഴുത്തുപെട്ടിയിലിട്ട് പൂട്ടി. പൂട്ടിയ ഉടനെ പുറത്തളത്തിൽ വന്ന് ഒരു പരീക്ഷയ്ക്ക് ക്ലാസ്സിലെ കുട്ടി എഴുന്നേറ്റ് നിൽക്കും പോലെ പുറത്തളത്തിലേക്ക് ചാരുപടിയും പിടിച്ച് അവിടെ നിന്നു. കേശവൻ നമ്പൂരി ഉടനെ താഴത്ത് വന്ന് മുകളിലേക്ക് പോകാം എന്ന് പറഞ്ഞു. നമ്പൂരിപ്പാട് എഴുന്നേറ്റ് നിന്നു. പതുക്കെ അകായിലോളം പഞ്ചുമേനോനും പോയി. പിന്നെ അയാൾ മടങ്ങി. അപ്പോൾ കേശവമേനോൻ, ഇന്ദുലേഖയ്ക്ക് ആചാരം പറയുവാനും മറ്റും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. നമ്പൂരിപ്പാട്, ഇത്രയൊക്കെ ഇംഗ്രിയസും മറ്റും പഠിച്ചിട്ട് ഇത് പഠിച്ചില്ലേ? എന്നോട് മേഘദന്തൻ സായിപ്പ് കൂടി ആചാരം പറയും. ഇരിക്കട്ടെ, എൻ്റെ ഭാര്യയായാൽ ഞാൻ അതൊക്കെ പഠിപ്പിക്കും. ഇപ്പോൾ എങ്ങനെയെങ്കിലും പറയട്ടെ. ശരി, അത് തന്നെയാണ് വേണ്ടത്. ഇവിടുത്തെ ബുദ്ധിവലിപ്പം വളരെ തന്നെ. നമ്പൂരിപ്പാട്, എൻ്റെ ഭാര്യയായ നിമിഷം ഞാൻ മാതിരി സകലവും മാറ്റും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പൊൻകുമിഴ് മെതിയടിയുമിട്ട് കോണിയിന്മേൽ കടാപടാ എന്ന് ശബ്ദിച്ചുകൊണ്ട് കോണി കയറി പുറത്തളത്തിലേക്ക് കടന്നപ്പോൾ ചാരുപടിയും പിടിച്ചു നിൽക്കുന്ന തരുണീരത്നമായ ഇന്ദുലേഖയെ കണ്ടു. ആദ്യം ഒരു മിന്നൽ പിണർ കണ്ണിലടിച്ച പോലെ തോന്നി. കണ്ണു മിഴിച്ച് പിന്നെയും നോക്കി. അതിസുന്ദരിയായ ഇന്ദുലേഖയുടെ ആപാദചൂടം നിർവികാരനായി ഒന്ന് നോക്കി. നമ്പൂരിപ്പാട് ഭ്രമിച്ച് വലഞ്ഞ് കുഴഞ്ഞുപോയി. 1-2 നിമിഷനേരം നിശ്ചലനായി നിന്നു. ഇങ്ങനെ സൗന്ദര്യം ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ മഹാഭാഗ്യം തന്നെ. എന്നെ ഇവൾ കാമിക്കാതിരിക്കില്ല. എനിക്ക് അന്യസ്ത്രീഗമനം ഇനിയില്ല. ഇന്ദുലേഖയെ ഒഴിച്ച് ഞാൻ ഒരു സ്ത്രീയെയും സ്മരിക്കുക കൂടിയില്ല. അതിന് 2 പക്ഷമില്ല. ഇങ്ങനെയാണ് ഇന്ദുലേഖയുടെ സ്വരൂപം കണ്ട് സുബോധം വന്ന പിന്നെ സംഭാഷണം തുടങ്ങുന്നതിനു മുൻപിൽ നമ്പൂരിപ്പാട്ടിലെ മനസ്സിൽ വിചാരിച്ചതും നിശ്ചയിച്ച് ഉറച്ചതും. ഇന്ദുലേഖ യാതൊരു ഭാവഭേദവും കൂടാതെ നമ്പൂരിപ്പാട്ടിലെ മുഖത്ത് നോക്കിക്കൊണ്ടു നിന്നു. തുറിച്ചു നോക്കിക്കൊണ്ടു നിന്നു എന്ന് പറയാൻ പാടില്ല. തുറിച്ചു നോക്കാൻ ഇന്ദുലേഖയ്ക്ക് അറിഞ്ഞുകൂടാ. കേശവൻ നമ്പൂരി ഉടനെ ഒരു കസാല നീക്കിവെച്ച് അതിന്മേൽ നമ്പൂരിപ്പാട്ടിലെ ഇരുത്തി താഴത്തേക്കിറങ്ങി. നമ്പൂരിപ്പാട് കസാലയിന്മേലിരുന്ന് പിന്നെയും ഇന്ദുലേഖയുടെ മുഖത്ത് തന്നെ കണ്ണു പറിക്കാതെ നോക്കി. ഇന്ദുലേഖയും നോക്കിക്കൊണ്ടു തന്നെ നിന്നു. ഒടുവിൽ നമ്പൂരിപ്പാട്, ഞാൻ വന്നപ്പോൾ താഴെ ഉണ്ടായിരുന്നു ഇല്ലേ? കണ്ടതുപോലെ തോന്നി എന്ന് പറഞ്ഞ് കവിൾത്തടം നീണ്ടു കവിഞ്ഞിട്ട് ഒരു മന്ദഹാസം ചെയ്തു. ഇന്ദുലേഖ, ഞാനപ്പോൾ താഴത്തില്ല. ഞാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്പൂരിപ്പാട് ഒന്ന് ഞെട്ടി. ഒരു നായർ സ്ത്രീ തന്നോട് അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സ്തോഭങ്ങളൊന്നും ക്ഷണനേരവും നിന്നില്ല. ഇന്ദുലേഖയുടെ സൗന്ദര്യം കണ്ട് നമ്പൂരി വലഞ്ഞ് മറ്റുള്ള സകല അഭിമാനവും മറന്നുപോയിരുന്നു. നമ്പൂരി, താഴത്ത് വന്നതേയില്ലേ? വന്നതേയില്ല. അതെന്തേ? ഒന്നും ഉണ്ടായിട്ടല്ല. ആദ്യം വരാൻ നിശ്ചയിച്ച ദിവസം സംഗതിവശാൽ പുറപ്പെടാൻ തരമായില്ല. ആ വിചാരത്തിന് എഴുത്തയച്ചു. എഴുത്ത് കണ്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. കറുത്തേടം കാണിച്ചില്ലേ? ഇല്ല, നമ്പൂരി എന്നെ കാണിച്ചിട്ടില്ല. കറുത്തേടം മഹാവിഡ്ഢി തന്നെ. അന്ന് ഞാൻ പുറപ്പെട്ട ദിവസം ഒരു ഏലമല കരാറുകാരൻ മക്ഷ്വാമൻ സാഹിബ് വന്നിരുന്നു. 80,000 ഉറുപ്പികയ്ക്ക് മല കരാർ കൊടുത്തു. ആ തിരക്കിനാലാണ് അന്ന് വരാഞ്ഞത്. ഇന്ദുലേഖയെ കാണാൻ വഴുകിക്കൊണ്ടിരുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേട്ട് നല്ല പരിചയവുമുണ്ട്. ഇന്ദുലേഖ കറുത്തേടത്തിന് അമ്മയ്ക്ക് ബാന്ധവമായതിനു മുമ്പുണ്ടായ മകളായിരിക്കും. ആരുടെ മകൾ? കറുത്തേടത്ത് നമ്പൂരിയുടെയോ? അല്ല, ഞാൻ നമ്പൂരിയുടെ മകളല്ല, രാജവർമ്മ രാജാവിൻ്റെ മകളാണ്. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ശരി. നമ്പൂരിപ്പാട് ഇനി താൻ എന്താണ് പറയേണ്ടത്? തനിക്ക് പറയേണ്ട സംഗതി ഒന്നുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് പറയേണ്ടത് എന്ന് കുറേ നിരൂപിച്ചിട്ട്
ഇന്ദുലേഖയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ട് കേട്ട് എനിക്ക് നിവൃത്തിയില്ലാതെയായി. എൻ്റെ സൗന്ദര്യം കൊണ്ട് ഇവിടേക്ക് എന്താണ് നിവൃത്തിയില്ലാതെയായത് എന്നെനിക്ക് മനസ്സിലായില്ല. ഇന്ദുലേഖയുടെ വർത്തമാനം കേട്ട് കേട്ട് മനവക കാര്യങ്ങൾ യാതൊന്നും ഞാൻ നോക്കാതെയായി. ഇത് മഹാകഷ്ടം. ഞാൻ മനവക കാര്യങ്ങൾക്ക് ഇത്ര വിരോധിയോ? ഇതിനെന്താണ് സംഗതി? ഇന്നലെ ചെറുശ്ശേരി ഒരു ശ്ലോകം ചൊല്ലി. അത് ഇന്ദുലേഖയോട് ചൊല്ലണം എന്നെനിക്കൊരാഗ്രഹം. ഇന്ദുലേഖയ്ക്ക് സംസ്കൃതത്തിൽ വിൽപ്പത്തിയില്ലേ? ഇംഗ്ലീഷ് പഠിപ്പാണ് ഉള്ളത് എന്ന് കേട്ടു. സംസ്കൃത ശ്ലോകം ചൊല്ലിയാൽ അർത്ഥം മനസ്സിലാവുമോ? നല്ലവണ്ണം മനസ്സിലാവാൻ പ്രയാസം. കുറേ വായിച്ച വിൽപ്പത്തിയായിരുന്നു വേണ്ടത്. ശരി, ഞാനൊരു ശ്ലോകം ചൊല്ലാം. അർത്ഥം മനസ്സിലാകുമോ എന്ന് നോക്കൂ. മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അർത്ഥം മനസ്സിലാവുന്ന കാര്യം സംശയം. എന്നാൽ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയാവട്ടെ. നമ്പൂരിപ്പാട് ഒരു ശ്ലോകം ചൊല്ലാൻ വിചാരിച്ചു. ശ്ലോകം 1-2 തോന്നുകയുള്ളൂ. വിൽപ്പത്തി ലേശമില്ലാത്തതിനാൽ മഹാ അബദ്ധമായിട്ടാണ് തോന്നുന്നത് തന്നെ ചൊല്ലാറ്. തോന്നുന്നതിൽ തന്നെ ചില പദങ്ങളും പാദങ്ങളും ഇടയ്ക്കിടെ മറന്നുപോകും. പിന്നെയും തോന്നും. ഇങ്ങനെയാണ് സ്ഥിതി. ശ്ലോകം ചൊല്ലുവാൻ നിശ്ചയിച്ച നമ്പൂരിപ്പാട് കുറേ വിചാരിച്ചു. ഒരു ശ്ലോകം പകുതി തോന്നി. അത് ചൊല്ലുന്നു. ആസ്താം പീയൂഷഭാവ സുമതീകരജരളഹാരീ പ്രസിദ്ധ. പിന്നെ എന്താണെന്ന് തോന്നുന്നില്ല. ചെറുശ്ശേരിയെ അറിയുമോ? അറിയുമെന്ന് അയാൾ പറഞ്ഞു. അയാൾ എൻ്റെ കൂടെ തന്നെയാണ്. എനിക്ക് വേണ്ടപ്പോഴൊക്കെ അയാളാണ് ശ്ലോകം ചൊല്ലാറ്. എനിക്കിത് ഓർമ്മ വയ്ക്കാനും മറ്റും മഹാ അസിഖ്യം. പിന്നെ കാര്യങ്ങളുടെ തിരക്കിൽ എന്ത് ശ്ലോകം? എന്നാലും ഞാൻ ചൊല്ലിയ ശ്ലോകം ബഹുവിശേഷമായിരുന്നു. എന്തോ അന്താളിച്ചു. നോക്കട്ടെ. ആസ്താം പീയൂഷഭാവ സുമതീകരചരളാ ഇതി പ്രസിദ്ധ. ഇന്ദുലേഖ ചിരിച്ചുകൊണ്ട്, ബുദ്ധിമുട്ടണ്ട, ശ്ലോകം പിന്നെ ഓർമ്മയാക്കിയിട്ട് ചൊല്ലാമല്ലോ. ഛേ, അതുപോരാ. ഞാൻ ഒന്നാമത് ഇന്ദുലേഖയോട് ചൊല്ലിയ ശ്ലോകം മുഴുവനാക്കാഞ്ഞാൽ പോരാ. നോക്കട്ടെ. ഓ, തോന്നി. ആസ്താം പീയൂഷഭാവ സുമതീകരചരളാ ഇതി പ്രസിദ്ധ തല്ലാഭോ പായഖിന്ന പിജകരളഹോ ഹേതു ഉല്ലാസഭാവ. എനിയത്തെ 2 പാദം അശേഷം തോന്നുന്നില്ല. മുമ്പ് തന്നെ തോന്നുന്നില്ല. വിചാരിച്ചിട്ട് ഫലമില്ല. പിന്നെയും മറന്നുവോ? ഇത് വലിയ വിഷമം. ഓ, ഇല്ല, തോന്നി. പിന്നെയും കുറച്ച് ചൊല്ലി അശേഷം തോന്നുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്പൂരിപ്പാട് എഴുന്നേറ്റ് കറുത്തേടത്തിനെ വിളിക്കാൻ കോണിവാതിൽക്കൽ പോയി. കറുത്തേടം എന്നുറക്കെ വിളിച്ചു. കേശവൻ നമ്പൂരി ഹാജരായി കോണിച്ചുവട്ടിൽ സമീപത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഓടിയെത്തി. കറുത്തേടം, ചെറുശ്ശേരിയുടെ അടുക്കെ പോയി ആസ്താം എന്ന ശ്ലോകത്തിൻ്റെ മുഴുവനും ഒരു ഓലയിൽ എഴുതിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരൂ. വേഗം വേണം. കേശവൻ നമ്പൂരി ഓടിപ്പോയി. ചെറുശ്ശേരി 4 കെട്ടിൽ ഒരു കസാലമേലിരിക്കുന്നത് കണ്ടു. അപ്പോൾ കേശവൻ നമ്പൂരി, ആസ്താം എന്ന പദം മറന്നിരിക്കുന്നു. ചെറുശ്ശേരി ഒരു ശ്ലോകം എഴുതിത്തരാൻ പറഞ്ഞു. അത് വേഗം എഴുതിത്തരൂ. ഓലയും എഴുത്താണിയും ഇതാ. എന്താണ് ശ്ലോകം? എന്തോ ഓ അന്താളിച്ചു. വരട്ടെ. ശരി, ഓർമ്മയായി. ശ്ലോകത്തിൻ്റെ ആദ്യം ആസീൽ എന്നാണ്. വേഗം എഴുതിത്തരൂ. ചെറുശ്ശേരി വേഗം ഓല വാങ്ങി. ആസീദ്ദ ശരഥോ നാമ സൂര്യവംശധ പാർത്ഥിവ എന്ന് തുടങ്ങുന്ന ശ്ലോകം എഴുതിക്കൊടുത്തു. കേശവൻ നമ്പൂരി ഓലയും കൊണ്ട് മുകളിലേക്ക് ഓടിച്ചെന്നു. നമ്പൂരിപ്പാട്ടിലേക്ക് കണ്ണട വയ്ക്കാതെ ഒരക്ഷരം വായിച്ചുകൂടാ. എന്നാൽ ഇന്ദുലേഖയുടെ മുമ്പാകെ കണ്ണട വയ്ക്കുന്നത് തൻ്റെ യൗവനത്തെക്കുറിച്ച് ഇന്ദുലേഖയുടെ അഭിപ്രായത്തിന് ഹാനിയായി വന്നാലോ എന്ന് വിചാരിച്ച് താൻ ഓല വാങ്ങാതെ കേശവൻ നമ്പൂരിയോട് തന്നെ വായിക്കാൻ പറഞ്ഞു.
കേശവൻ നമ്പൂരിക്കും കണ്ണട കൂടാതെ നല്ലവണ്ണം വായിച്ചുകൂടാ എങ്കിലും കൽപ്പന പ്രകാരം തപ്പിത്തപ്പി വായിച്ചു തുടങ്ങി. കേശവൻ നമ്പൂരി: ആസീ ദശരഥോ നാമസു രവംശേ ധ പാർത്ഥവ. ഇത്രത്തോളം വായിക്കുമ്പോഴേക്ക് ഇന്ദുലേഖ വല്ലാതെ ചിരിച്ചു തുടങ്ങി. നമ്പൂരിപ്പാട്: ഛീ, അബദ്ധം! കറുത്തേടത്തിന് വിൽപ്പത്തി ലേശമില്ലെന്ന് തോന്നുന്നു. ഇതല്ല ശ്ലോകം. ആദ്യത്തെ പാദം എനിക്കറിയാം, എഴുതിക്കോളൂ എന്ന് പറഞ്ഞ് കേശവൻ നമ്പൂരിയെ കൊണ്ട് താൻ മുമ്പ് ചൊല്ലിയ പ്രകാരം എഴുതിച്ചു. ഓലയും കൊണ്ട് കേശവൻ നമ്പൂരി ചെറുശ്ശേരി നമ്പൂരിയുടെ അടുക്കെ രണ്ടാമതും ചെന്നു. കേശവൻ നമ്പൂരി: ചെറുശ്ശേരിക്ക് എല്ലായ്പ്പോഴും പരിഹാസമാണ്. നമ്പൂരി വിചാരിച്ച ശ്ലോകമല്ല എഴുതി തന്നത്. ഇതാ ഞാൻ ഓലയിൽ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇത് മുഴുവൻ എഴുതിത്തരൂ. ചെറുശ്ശേരി നമ്പൂരി ഓല വാങ്ങി നോക്കി. ഓഹോ, ഈ ശ്ലോകമോ? എന്നാൽ അങ്ങനെ പറയണ്ടേ. ആസിയിൽ എന്നാണ് ആദ്യം എന്നല്ലേ കറുത്തേടം പറഞ്ഞത് എന്നും പറഞ്ഞ് പൂർവാർദ്ധത്തിൽ ഉണ്ടായിരുന്ന പിഴകൾ തീർത്ത് ഉത്തരാർദ്ധം എഴുതിക്കൊടുത്തു. അതും കൊണ്ട് പിന്നെയും കേശവൻ നമ്പൂരി മുകളിലേക്ക് ചെന്നു. ശ്ലോകം വായിക്കാൻ നമ്പൂരിപ്പാട് കേശവൻ നമ്പൂരിയോട് പറഞ്ഞു. കേശവൻ നമ്പൂരി: ഇതൊരു വലിയ ശ്ലോകമാണ്. ഞാൻ വായിച്ചാൽ ശരിയാവുകയില്ല. ഇന്ദുലേഖ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, നല്ല വിൽപ്പത്തിയാണ്. ഇന്ദുലേഖ ഇതൊന്ന് വായിക്കൂ. ഇന്ദുലേഖ: എനിക്ക് നല്ല വിൽപ്പത്തിയില്ല, വല്ലതും പറയണ്ട. എന്നാൽ ഈ ശ്ലോകം എനിക്ക് തോന്നും. ബുദ്ധിമുട്ടണ്ട, ഞാൻ ചൊല്ലിക്കളയാം എന്ന് പറഞ്ഞ് ഉപദ്രവം തീരാൻ വേണ്ടി ചൊല്ലുന്നു. ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി ബാക്കി ഭാഗങ്ങളുമായി വരുന്നതുവരെ നന്ദി.